ഞാനിപ്പോ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ മുന്നേ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടാവും. അത് എനിക്ക് ചെക്കന്റെ വിഷ്ണുവിന്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് കൊടുന്ന അന്നാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായത്. ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് പോവാണ്, ഈ തിങ്കളാഴ്ച പോകും. കാത്തിരുന്ന് എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ എന്റെ സാലറി കിട്ടാൻ വേണ്ടിട്ടായിരുന്നു. സാലറി കിട്ടേണ്ട ആ ഒരു ഡേറ്റ് വരെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പൊ അതുവരെ പിടിച്ചു നിൽക്കുകയാണ് ശരിക്കും. ഇത് കിട്ടിക്കഴിഞ്ഞാല് ഞങ്ങൾ പോകും. പിന്നെ ഇതിന്റെ പേരിൽ ആരും ഞങ്ങൾ അന്വേഷിച്ച് വരാനാണ് ഒന്നിനും നിൽക്കരുത്. കാരണം എനിക്ക് എന്റെ ഇഷ്ടമുണ്ട്. എനിക്ക് 22 വയസ്സായിട്ട് നിൽക്കുക. എനിക്ക് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനാണ് എനിക്ക് താല്പര്യം. ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും ഞങ്ങളെ അന്വേഷിക്കാനോ ഒന്നിനും വരരുത്. കാരണം എനിക്ക് എന്റേതായ ഇഷ്ടം കാര്യങ്ങളുണ്ട്. ഞങ്ങൾ അന്വേഷിച്ച് പിടിച്ചിട്ട് ഇനി ഞങ്ങൾ പോകണം. അപ്പോ ഇതിന്റെ പിന്നിൽ ഇനി ആരും ഞങ്ങൾ അന്വേഷിക്കാനോ പിടിക്കാനോ വരരുത്. പിന്നെ ചേച്ചിയോട് പറയാനുള്ള വെച്ച് കഴിഞ്ഞാല് ഞാൻ ഏട്ടനായിട്ട് പോകുന്നുണ്ട്. ചേച്ചിക്ക് അതായത് ഏട്ടനെ ഞാൻ അവിടെ പിടിച്ച് കൊണ്ടുപോകാനോ ഒന്നല്ല കൊണ്ടുപോകണം. ചേച്ചിക്ക് എപ്പോ കാണാൻ തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാലും ഏട്ടനെ ഞാൻ വിടും. ഞാൻ ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞിട്ട് പിടിച്ചിരിക്കാനോ ഒന്നും ഞാൻ നിൽക്കില്ല. പിന്നെ ഏട്ടനില്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അതുകാരണമാണ് ഞാൻ ഈ ഒരു കളി കളിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് പോകും. ഞങ്ങൾ അത്രയും ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്. ഞങ്ങളെ പിന്നാലെ ആരും വരരുത്. അത് മാത്രല്ല എന്റെ കൂടെ ഏട്ടനും ഉണ്ട്. അപ്പൊ പോണന്റെ 2 ദിവസം മുന്നേ ഒരു വീഡിയോ എടുക്കാൻ കാരണം എനിക്ക് സാലറി കിട്ടുന്ന ഒരു ഡേറ്റിന്റെ രീതിയിലാണ്. തിങ്കളാഴ്ച കിട്ടുള്ളൂ, തിങ്കളാഴ്ച പോവുകയും ചെയ്യും. അപ്പൊ ആരും ഇതിന്റെ പേരില് അന്വേഷിക്കാനോ പിടിക്കാനോ വരരുത്. ഏട്ടൻ എന്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ അത്രയും സ്നേഹിക്കുന്ന ആൾക്കാരാണ്. എനിക്ക് വീഡിയോ കാണുമ്പോഴായാലും ഞങ്ങൾ പോവാൻ കാരണം തന്നെ അത്രയധികം ഇഷ്ടപ്പെട്ട കാരണമാണ് ഞങ്ങൾ പോകുന്നത്. ആരും ഇതിന്റെ പേരിൽ അന്വേഷിക്കാനോ പിടിക്കാനോ വരരുത്. 19 വയസ്സ് മുതൽ തുടങ്ങിയിട്ടുള്ള ഇഷ്ടമാണ്. എനിക്ക് 22 വയസ്സിന് കളിക്കാനാണ് പറയണത്. ആരും അന്വേഷിക്കാനോ പിടിക്കാനോ വിളിച്ചാലും ശരി, അന്വേഷിക്കാൻ വന്നാലും ശരി, ഞാൻ ഒരിക്കലും ഏട്ടനൊക്കെ പോകുന്നില്ല. ഏതൊരു കേസ് കോടതിയിലായാലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയാം.